പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നി പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അക്രമത്തിൻ്റെ വാഴ്ചയെ നിങ്ങൾ വിളിച്ചു വരുത്തരുത് എന്നതിനെക്കുറിച്ചാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പുത്രൻ്റെ നാമത്തിൽ എല്ലാ ദൈവമക്കളുടെ മേലും അത്ഭുതകരമായ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. ദൈവത്തെ ആരാധിക്കാൻ, വചനാഭിഷേകം സ്വീകരിക്കാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ എല്ലാ കുടുംബങ്ങളുടെ മേലും, എല്ലാ സമൂഹങ്ങളുടെ മേലും, എല്ലാ വ്യക്തികളുടെ മേലും അത്ഭുതകരമായ അഭിഷേകം ഇപ്പോൾ നിറയട്ടെ. പരിശുദ്ധാത്മാവേ, എല്ലാ ഹൃദയങ്ങളെയും അവിടുന്ന് ഇപ്പോൾ സ്പർശിക്കണമേ. എല്ലാ ജീവിതങ്ങളെയും സ്പർശിക്കണമേ. മല്ലടിക്കുന്ന ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവേ അവിടുന്ന് സ്പർശിച്ച് ഹൃദയങ്ങളെ ദൈവിക ദൂതുകൾക്ക് വേണ്ടി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ, യേശുവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, യേശുവിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളും മാറിപ്പോകട്ടെ. വിശ്വാസരഹിതമായ ഹൃദയങ്ങളിലേക്ക് വിശ്വാസ അഭിഷേകം നിറയട്ടെ. ബോധ്യങ്ങളില്ലാത്ത ഹൃദയങ്ങളിലേക്ക് ദൈവിക ബോധ്യങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കുന്ന വചനങ്ങൾ രക്ഷയുടെ വചനങ്ങളായി എല്ലാ ഹൃദയങ്ങളിലും ഇപ്പോൾ രൂപാന്തരപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ.
അക്രമത്തിൻ്റെ വാഴ്ചയെ നിങ്ങൾ വിളിച്ചു വരുത്തരുത് എന്ന് തിരുലിഖിതങ്ങൾ ദൈവത്തിൻ്റെ മക്കൾക്ക് പലതവണ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് ഒരു ദൈവ പൈതൽ അക്രമത്തിൻ്റെ വാഴ്ചയെ തൻ്റെ കുടുംബത്തിലേക്ക്, തൻ്റെ ജീവിതത്തിലേക്ക്, തൻ്റെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ശ്രമിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ ഈ അടുത്ത നാളുകളിൽ അച്ഛനോട് പങ്കുവെച്ച ദുഃഖകരമായൊരു സംഗതിയുണ്ട്. അദ്ദേഹം ഒരു നല്ല കൃഷിക്കാരനായിരുന്നു. ആ കൃഷിക്കാരൻ നന്നായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ ഒരു നല്ല വിളവിൻ്റെ കാലം വന്നു. അദ്ദേഹത്തെ കടലകളൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വളർന്ന് നല്ല ഫലപുഷ്ടിയായി അത് അങ്ങോട്ട് വിളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ഇട്ട തൊമര, അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഒരു 3-4 ചുവടുണ്ടെങ്കിൽ ഒരുപാട് വിളവഞ്ഞ തൊമരയുടെ കാടായി അദ്ദേഹത്തിൻ്റെ തൊമരക്കാട് മാറി. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം വാഴ നട്ടിരുന്നു, ഏതാണ്ട് 2000-ഓളം വാഴ. അദ്ദേഹം പറഞ്ഞു, അന്ന് കിലോയ്ക്ക് വാഴക്കിൽ നേന്ത്രക്കായ്ക്ക് 16 രൂപ വില. ഓരോ വാഴക്കൊലയും 60 കിലോ 50 കിലോ വീതം തൂക്കം വരുന്ന വിധത്തിൽ നന്നായിട്ട് വാഴക്കൊലകളൊക്കെ വിളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അദ്ദേഹത്തിന് കൃഷിയുടെ മുഴുവനും നന്നായിട്ട് വിളഞ്ഞു നിൽക്കുന്ന സമയം അദ്ദേഹം പറഞ്ഞു, ആ ഒരു ഒറ്റ വർഷത്തെ വിളവെടുപ്പ് ശരിയായ വിധത്തിൽ കിട്ടുകയായിരുന്നെങ്കിൽ മിനിമം ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 ലക്ഷം ഉറുപ്പിയെങ്കിലും അദ്ദേഹത്തിന് നീക്കി ബാക്കി വരുമായിരുന്നു. ആ വിധം അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങളിൽ ആ വർഷം വിളവുകൾ വിളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അദ്ദേഹം പറയുകയാണ്, കടല നന്നായിട്ട് മൂത്ത് പാകമായപ്പോൾ കാക്കകൾ വന്നു. അസംഖ്യം കാക്കകൾ വന്ന് കടലയുടെ ചുവട് പതുക്കെ മാന്തി തോണ്ടി കടലകളെല്ലാം അത് കൊത്തിപ്പറിച്ച് എടുക്കാൻ തുടങ്ങി. തൊമര നന്നായി വിളഞ്ഞ് പൂത്തലഞ്ഞ് ശരിക്കും വിളവ് ആയി കഴിഞ്ഞപ്പോൾ കാട്ടുപന്നികൾ ഇറങ്ങി തൊമരക്കാട്ടിൽ അത് നാശമാക്കിയിട്ടു. വാഴക്കായ് നന്നായി അത് വിൽക്കേണ്ട സമയം വന്നപ്പോൾ വാഴയുടെ വില കിലോ 16 ഉറുപ്പിക്കുണ്ടായിരുന്ന വാഴ 5 ഉറുപ്പിക്കും 6 ഉറുപ്പിക്കും വെച്ച് കൊടുത്ത് ഒരു പെരുനഷ്ടത്തിൽ അത് കലാശിച്ച്. ആ വർഷത്തെ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞ് അദ്ദേഹം വളരെ വിഷണ്ണനായി ദൈവത്തിൻ്റെ അരികിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ കള്ളത്തരമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ നന്നായിട്ട് അധ്വാനിക്കുകയല്ലേ ചെയ്തത്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ മുതലല്ലേ. പിന്നെ എന്തുകൊണ്ട് ഈ കാട്ടുപന്നികൾ ഇങ്ങനെ നശിപ്പിച്ച്? പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ എനിക്കൊരു ദുർഗതി വന്ന്? പിന്നെ എന്തുകൊണ്ട് ഈ തകർച്ച? അപ്പോൾ ദൈവം അദ്ദേഹത്തിന് ഒരു വെളിപ്പെടുത്തൽ കൊടുത്തു. ദൈവം പറഞ്ഞു, ദൈവത്തിന് അദ്ദേഹത്തിന് കൊടുത്ത വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ്. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ വന്ന് അദ്ദേഹത്തെ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ കൃഷിയിടം നോക്കട്ടെ, ഞാൻ എൻ്റെ കുടുംബം നോക്കട്ടെ, ഞാൻ ഇവിടെ ഈ നാട്ടിൽ അല്പം പണം ഉണ്ടാക്കട്ടെ, എല്ലാം കഴിഞ്ഞ് മക്കളെല്ലാം കെട്ടിച്ചു വിട്ടതിന് ശേഷം ദൈവവേല ചെയ്യാൻ നോക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തെ ദൈവവേലയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ അദ്ദേഹം പണം ഉണ്ടാക്കി, വീടുണ്ടാക്കി, മക്കളുടെ കല്യാണം കഴിഞ്ഞ് എല്ലാം നടത്തിയതിന് ശേഷം കർത്താവിൻ്റെ വേല ചെയ്യാമോ എന്ന് നോക്കാം എന്ന് അദ്ദേഹം ചിന്തിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകം ദൈവമക്കൾക്ക് ഇങ്ങനെ ഒരു നിലപാടെടുത്താൽ എന്താണ് തങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടില്ല. ഇത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, അനേകം വിളിക്കപ്പെട്ട സമൂഹങ്ങളുടെ, സമർപ്പിത സമൂഹങ്ങളുടെ ഒരു പ്രശ്നം കൂടിയാണിത്. അനേകം ഇടവകളിലുള്ളൊരു പ്രശ്നമാണിത്. പ്രൈസ് ദി ലോർഡ്. ദൈവവേലയ്ക്ക് വിളിക്കപ്പെട്ടിട്ട് ദൈവവേലയ്ക്ക് വേണ്ടി സമയമോ ഊർജമോ പണമോ ചെലവാക്കാതെ മറ്റ് ചില കാര്യങ്ങളിൽ പണവും ഊർജവും സമയവും ചെലവഴിക്കുന്ന നിങ്ങൾ അക്രമത്തിൻ്റെ വാഴ്ചയെ നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ സമൂഹത്തിലേക്ക് നിങ്ങൾ വിളിച്ച് വരുത്തുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് ബൈബിളിൽ വളരെ വ്യക്തമായി കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുലിഖിതങ്ങൾ. ആമോസിൻ്റെ പുസ്തകത്തിൽ ദൈവം അതിശക്തമായി ഇറങ്ങി വന്നു. ദൈവം ഇങ്ങനെ പ്രഖ്യാപിച്ചു, സിയോനിൽ സ്വസ്ഥത അനുഭവിക്കുന്നവരും സമരിയാഗിരിയിൽ സുരക്ഷിതരും ജനതകളിൽ അഗ്രഗണ്യരും ഇസ്രായേൽ ഭവനം സഹായാർത്ഥം സമീപിക്കുന്നവരുമായ നിങ്ങൾക്ക് ദുരിതം. ദുരിതം എന്നാണ് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ദുരിതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ദൈവം ഈ ദേശത്തിൻ്റെ, ഈ സമൂഹത്തിൻ്റെ നാശത്തിന് കാരണം
നാശത്തിനെ കുറിച്ച് വീണ്ടും പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 6-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, ആപത്ത് ദിനത്തെ അകറ്റി നിർത്താമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അക്രമത്തിൻ്റെ വാഴ്ചയെ നിങ്ങൾ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ആപത്ത് ദിനത്തെ അകറ്റി നിർത്താമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അക്രമത്തിൻ്റെ വാഴ്ചയെ നിങ്ങൾ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അക്രമത്തിൻ്റെ വാഴ്ചയെ നിങ്ങൾ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അച്ഛൻ സിംഗപ്പൂർ ദേശത്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയി. അവിടെ സുവിശേഷ വേല ചെയ്തു വരുമ്പോൾ അവിടെയുള്ള കത്തീഡ്രൽ പള്ളിയിൽ ചെല്ലാനിട വന്നു. കത്തീഡ്രൽ പള്ളിയിലും അവിടെയുള്ള ബിഷപ്പ് ഹൗസിലും സന്ദർശനം നടത്താനിട വന്നു. അപ്പോൾ ആ കത്തീഡ്രൽ പള്ളി സന്ദർശിച്ച് ബിഷപ്പ് ഹൗസ് സന്ദർശിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൂചികാഗ്രഹം പോലെ ഉയർന്നു നിൽക്കുന്ന വലിയൊരു കുരിശുപള്ളി പോലെ ഒരു നിർമ്മാണം അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, ടീമംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, അതൊരു കുരിശുപള്ളിയല്ല, അത് സിംഗപ്പൂർ ദേശത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ബാറാണ്. വീണ്ടും അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ ബാർ ഇത് ആദ്യം ഒരു കോൺവെൻ്റ് ആയിരുന്നു. ഈ പ്രദേശത്തെ, ഈ ദേശത്തെ ഏറ്റവും ശക്തമായ സന്യാസിനി സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു ഈ ബിഷപ്പ് ഹൗസിന് മുമ്പിലുള്ള ഈ കോൺവെൻറ്റും ഈ കുരിശുപള്ളിയും ഈ സ്ഥാപനങ്ങളും. എന്നാൽ ഇന്ന് ആ സന്യാസിനി സമൂഹം കെട്ടുപോയിരിക്കുകയാണ്. അതിനകത്ത് മെമ്പേഴ്സ് ഇല്ല, എല്ലാം നശിച്ച് അങ്ങനെ കെട്ടുപോയി കഴിഞ്ഞപ്പോൾ ഈ കോൺവെൻറ്റും ഈ കുരിശുപള്ളിയും ഈ സ്ഥാപനങ്ങളും അവർ വിൽപ്പനയ്ക്കിട്ടു. അങ്ങനെ ഒരു ബാറുകാർ വന്ന് ആ സ്ഥലം എടുത്തു. അതിൻ്റെ ബാഹ്യ രൂപങ്ങൾക്കൊന്നും ഒരു മാറ്റവും വരുത്താതെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവർ അതിനുള്ളിൽ ബാർ ആരംഭിച്ചു. ഇന്ന് സിംഗപ്പൂർ ദേശത്തെ ഏറ്റവും പ്രസിദ്ധമായ മദ്യം കിട്ടുന്ന സ്ഥലമാണ് ഈ സ്ഥലം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിംഗപ്പൂർ ദേശത്ത് ഈ കോൺവെൻറ്റിൻ്റെ പണ്ട് കോൺവെൻ്റായിരുന്ന ഈ സമൂഹത്തിൻ്റെ പേരിൽ ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് പ്രോപ്പർട്ടികളും ഉണ്ട്. എന്നാൽ അവിടെ ഇന്ന് സിസ്റ്റേഴ്സ് വിരലിലെന്ന 1-2 മാത്രം, ബാക്കിയെല്ലാം അവർ വിറ്റ് ഒഴിവാക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്താണ് അതിൻ്റെ കാരണം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സംഭവം കേട്ടപ്പോൾ, പ്രത്യേകിച്ച് കത്തീഡ്രൽ പള്ളിയുടെ മുമ്പിലുള്ള ഈ ദാരുണമായ ഈ രംഗം കണ്ടപ്പോൾ, ബിഷപ്പ് ഹൗസിന് തൊട്ട് മുമ്പിൽ കിടക്കുന്ന ദാരുണമായ രംഗം കണ്ടപ്പോൾ അത്യധികം വ്യസനത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അവിടെ കിടക്കുന്ന ആയിരക്കണക്കിന് ദൈവമക്കൾക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയേണ്ടതിന് പകരം, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കേണ്ടതിന് പകരം, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകന നാഥനുമായി പ്രസംഗിച്ച് മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കേണ്ട ആ കർത്താവിന് വിളിക്കപ്പെട്ടവർ കർത്താവിൻ്റെ സുവിശേഷ വേലയെ അവഗണിക്കുകയും മറ്റു പല കാര്യങ്ങളിലും മുഴുകുകയും ചെയ്തു. പണമുണ്ടായിരുന്നു, ഊർജ്ജമുണ്ടായിരുന്നു, മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, സാഹചര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിന് യേശുക്രിസ്തു രക്ഷിതാവും കർത്താവും നാഥനുമാണെന്ന് പ്രസംഗിച്ച് പാപത്തിലും രോഗത്തിലും തിന്മയിലും ഇരിക്കുന്ന ആയിരങ്ങളെ യേശുക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് നയിക്കുന്നതിന് പകരം അവർ വിദ്യാഭ്യാസം കൊടുത്തും അവർ പരസ്നേഹ പ്രവർത്തനങ്ങൾ മുഴുകിയും അവർ പലതരത്തിലുള്ള രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടും അവർക്ക് മറ്റ് ആളുകൾ ചെയ്യുന്നത് എന്തോ അതൊക്കെ ചെയ്ത് തങ്ങളുടെ വിളി എന്താണെന്ന് മറന്ന് മറ്റ് പലതരത്തിലുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് അവരുടെ കാലങ്ങളും സമയങ്ങളും അവർ കഴിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ അംഗീകാരം, ദൈവത്തിൻ്റെ പ്രീതി ആ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ രാഷ്ട്രം നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കയ്യടി നൽകുന്നുണ്ടാകാം, ഒരുപക്ഷെ നാട്ടുകാർ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കയ്യടി നൽകുന്നുണ്ടാകാം. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവായ യേശുക്രിസ്തു ശുപാർശ പറയുന്നുണ്ടോ? നിങ്ങളുടെ രക്ഷിതാവായ യേശുക്രിസ്തു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ കൈയടിക്കുന്നുണ്ടോ? ഇതാണ് ഒരു ദൈവവൈതൽ അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ വിളി അനുസരിച്ചാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത്? നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ നിങ്ങൾ വ്യർത്ഥമാക്കുകയാണോ ചെയ്യുന്നത്? നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ നിങ്ങൾ വ്യർത്ഥമാക്കരുത്. ദൈവവേലയ്ക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവകൃപ കൊടുത്തിട്ടുണ്ട്. ദൈവവേലയ്ക്ക് വേണ്ടിയുള്ള കൃപ. സുവിശേഷം പ്രസംഗിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സുവിശേഷം പ്രസംഗിക്കാനുള്ള കൃപ കൊടുത്തിട്ടുണ്ട്. ആത്മാക്കളെ രക്ഷിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ആത്മാക്കളെ രക്ഷിക്കാനുള്ള കൃപ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കൃപ മാറ്റിവെച്ച് നിങ്ങൾ അവിടെയും പഠിപ്പിച്ച് ഇവിടെയും പഠിപ്പിച്ച് അതും ചെയ്ത് ഇതും ചെയ്ത് നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ നിങ്ങൾ വ്യർത്ഥമാക്കുകയാണോ ചെയ്യുന്നത്?
ഇത് അൽമായരാണെങ്കിലും സന്യാസിമാരാണെങ്കിലും വൈദികരാണെങ്കിലും തിരുസഭാധികാരികളാണെങ്കിലും എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ജീവിതാന്തസ്സിൽപ്പെട്ടവർക്ക് ഇത് ബാധകമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ സഭയിലേക്ക്, നിങ്ങളുടെ ഇടവകയിലേക്ക്, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക്, നിങ്ങളുടെ കോൺഗ്രിഗേഷനിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ വംശത്തിലേക്ക് നിങ്ങൾ അക്രമത്തിൻ്റെ വാഴ്ചയെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ആമോസിന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 2-ാം വാക്യത്തിന്റെ അവസാനം, ആപത്ത് ദിനത്തെ അകറ്റി നിർത്താം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അക്രമത്തിൻ്റെ വാഴ്ചയെ നിങ്ങൾ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദന്തനിർമ്മിതമായ തൽപ്പങ്ങളിൽ വിരിച്ച മെത്തകളിൽ നിവർന്ന് ശയിക്കുകയും ആട്ടിൻപറ്റത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും കാലിക്കൂട്ടത്തിൽ നിന്ന് പശുകിടാങ്ങളെയും ഭക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. വീണനാദത്തോടൊത്ത് അവർ വ്യർത്ഥ ഗീതങ്ങൾ ആലപിക്കുന്നു. ദാവീദിനെ പോലെ അവർ പുതിയ പുതിയ സംഗീത ഉപകരണങ്ങൾ കണ്ടുപിടിക്കുന്നു. ചഷകങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും വിശിഷ്ട ലേപനങ്ങൾ പൂശുകയും ചെയ്യുന്ന അവർ ജോസഫിൻ്റെ നാശം ഗണ്യമാക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പുതിയ പുതിയ ആരാധന ഗീതങ്ങൾ നാം ഉണ്ടാക്കുന്നു. പുതിയ പുതിയ സംഗീതോപകരണങ്ങൾ ആലപിച്ച് നാം കർത്താവിന് മഹത്വം നൽകുന്നു. എന്നാൽ സുവിശേഷ വേല ചെയ്യാൻ വിളിക്കപ്പെട്ട ദൈവമക്കൾ സുവിശേഷ വേല ചെയ്യാതെയാണ് ഇത്തരം പ്രവർത്തികളിൽ മുഴുകുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പ്രവർത്തികൾ കർത്താവിൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സഭയ്ക്കുള്ള അടിസ്ഥാനപരമായ വിളിയാണ് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. സഭയ്ക്കുള്ളിലുള്ള ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും സഭയ്ക്ക് പുറത്തുള്ള ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് സഭയുടെ മക്കളുടെ അടിസ്ഥാനപരമായ വിളി. എന്നാൽ നാം അത് മറന്ന് പുതിയ സംഗീതോപകരണം ഉണ്ടാക്കിയും അങ്ങോട്ട് തിരിഞ്ഞ് എല്ലാ തരത്തിലുള്ള ലോകത്തിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്ത്, എല്ലാ തരത്തിലുള്ള ലോകത്തിന് ഇഷ്ടമുള്ള വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്ത് എല്ലാം ചെയ്ത് എല്ലാവരുടെയും കൈയടി വാങ്ങി ആത്മാക്കളുടെ രക്ഷ മാത്രം നോക്കിയില്ലെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആപത്ത് ദിനത്തെ അകറ്റി നിർത്താമെന്ന് വിചാരിക്കും. നിങ്ങളുടെ സഭ ശോഷിക്കും, നിങ്ങളുടെ സമൂഹം ശോഷിക്കും, നിങ്ങളുടെ കുടുംബം ശോഷിക്കും, നിങ്ങളുടെ വംശം ശോഷിക്കും. കർത്താവ് പറയുന്നു, കർത്താവിൻ്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ദൈവം തനിക്കുന്ന കൃപ എന്താണെന്ന് തിരിച്ചറിയണം. ദൈവവേലയ്ക്കുള്ള കൃപയെ തിരിച്ചറിയണം. സുവിശേഷ ശുശ്രൂഷയ്ക്കുള്ള കൃപയെ തിരിച്ചറിയണം. ഈ കൃപ ഉപയോഗിക്കാതെ നാം അത് ചെയ്തും ഇത് ചെയ്തും ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് ചിന്തിക്കരുത്. ഒരുപക്ഷെ നാം അത് ചെയ്തും ഇത് ചെയ്തും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി യത്നിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിലും സത്യത്തിൽ അക്രമത്തിൻ്റെ വാഴ്ചയെ നമ്മുടെ കുടുംബത്തിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ആപത്ത് ദിനത്തെ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക്, കോൺഗ്രിഗേഷനിലേക്ക്, സഭാ സമൂഹങ്ങളിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമ്മുടെ കുടുംബങ്ങൾ സുരക്ഷിതമായിരിക്കാൻ, നമ്മുടെ വംശങ്ങൾ സുരക്ഷിതമായിരിക്കാൻ, നമ്മുടെ വരും തലമുറകൾ സുരക്ഷിതമായിരിക്കാൻ, നമ്മുടെ കമ്മ്യൂണിറ്റി സുരക്ഷിതമായിരിക്കാൻ, നമ്മുടെ കോൺഗ്രിഗേഷൻ സുരക്ഷിതമായിരിക്കാൻ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം വിചാരിക്കുന്ന സുരക്ഷിത സങ്കേതങ്ങൾ കൊണ്ട് സാധിക്കുകയില്ല. നമ്മുടെ സഭ സുരക്ഷിതമാകാൻ, നമ്മുടെ എല്ലാ കാര്യങ്ങളും സുരക്ഷിതമാകാൻ നാം കരുതിയിരിക്കുന്ന സുരക്ഷിത സങ്കേതങ്ങൾ കൊണ്ട് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ സുരക്ഷിതത്വം, വംശം സുരക്ഷിതമാകാൻ, സമൂഹം സുരക്ഷിതമാകാൻ, കോൺഗ്രിഗേഷൻ സുരക്ഷിതമാകാൻ സുവിശേഷ വേല ചെയ്തേ മതിയാവൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സുവിശേഷ വേല, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ചെയ്യാത്ത എല്ലാ വ്യക്തികളും, എല്ലാ വംശങ്ങളും, കുടുംബങ്ങളും, സമൂഹങ്ങളും അരക്ഷിതാവസ്ഥയിൽ ഇരിക്കുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഇപ്പോൾ ആത്മാക്കളെ രക്ഷിക്കാനുള്ള തീഷ്ണത കൊണ്ട് അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവേലയുടെ തീഷ്ണത കൊണ്ട് അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവേലയ്ക്കുള്ള അത്ഭുതകരമായ ശക്തി കൊണ്ട് ഓരോ ഹൃദയങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടിട്ട് ദൈവീക മേഖലകളിൽ നിന്ന് വ്യതിചലിച്ച് പലതരത്തിലുള്ള കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഓരോരുത്തരെയും ദൈവമേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഉണർത്തി, പരിശുദ്ധാത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തി ദൈവവേലയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങൾ, അങ്ങനെയുള്ള വംശങ്ങൾ, അങ്ങനെയുള്ള വ്യക്തികൾ, സമൂഹങ്ങൾ, സ്ഥാപനങ്ങൾ എല്ലാവരെയും സുവിശേഷ വേലയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും
കണ്ണടച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ദൈവവേലയുടെ ആത്മാവ് ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകർ ദൈവവേലയ്ക്ക് വേണ്ടി ഉണരട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേക സമൂഹങ്ങളിൽ ദൈവവേലയുടെ ആത്മാവ് ഇപ്പോൾ പ്രവർത്തിക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരിൽ ഇപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് കത്തിപ്പടരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സഭയെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ, സമൂഹങ്ങളെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ, ജീവിതങ്ങളെ ഉണർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോസഫിൻ്റെ നാശം ഗണ്യമാക്കാൻ തക്കവണ്ണം, ജോസഫിൻ്റെ നാശം, ദൈവത്തിൻ്റെ പാവപ്പെട്ടവരുടെ നാശം ഗൗനിക്കാൻ തക്കവണ്ണം ഹൃദയങ്ങൾക്ക് ഉണർവ് നൽകണമേ. സമൂഹങ്ങൾക്ക് ഉണർവ് നൽകണമേ. ഇടവകൾക്ക് ഉണർവ് നൽകണമേ. രൂപതകൾക്ക് ഉണർവ് നൽകണമേ. സഭയ്ക്ക് ഉണർവ് നൽകണമേ. എല്ലാവർക്കും ഉണർവ് നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. കർത്താവായ യേശുവേ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാകാതെ അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി രാപ്പകല് വേദനയോടെ പ്രാർത്ഥിക്കാനും എരിവോടെ അധ്വാനിക്കാനും ഞങ്ങളെയും ഞങ്ങളുടെ സമൂഹങ്ങളെയും ഉണർത്തണമേ കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ദൈവവേലയ്ക്ക് വേണ്ടി അവിടുന്ന് ദൈവമക്കളെ വിളിക്കുമ്പോൾ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അങ്ങ് ദൈവവേലയ്ക്ക് വേണ്ടി വിളിക്കുന്നവരെ സന്തോഷത്തോടെ യാത്രയാക്കത്തക്കവണ്ണം ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവെ, ഞങ്ങളുടെ സഭാ സമൂഹങ്ങളെയും ഞങ്ങളുടെ ഇടവകകളെയും ഞങ്ങളുടെ രൂപതകളെയും സമർപ്പിക്കുന്നു. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവർ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന പിന്തിരിഞ്ഞ് മറ്റ് പല കാര്യങ്ങളിലും മുഴുകുന്നതിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ വേർതിരിച്ച് വീണ്ടും സുവിശേഷ വേലയിലേക്ക് ഞങ്ങളെ ശ്രദ്ധയെ തിരിക്കണമേ കർത്താവേ. വ്യർത്ഥതയിലേക്കല്ല, അങ്ങയുടെ കൽപ്പനകളിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധയെ തിരിക്കണമേ കർത്താവേ. ഇത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ദേശത്ത് ധാരാളം ദൈവവിളി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ധാരാളം ദൈവവിളി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ ജീവിതകാലത്ത് ഏറ്റുപറയാൻ, രക്ഷകനും കർത്താവുമായി ഏറ്റുപറയാൻ, അത് അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമായി തീരാൻ തക്കവണ്ണം, അനേകം വ്യക്തികളുടെ വിശുദ്ധീകരണത്തിന് കാരണമായി തീരാൻ തക്കവണ്ണം, അനേകർ നിത്യനാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു എരിവുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഇതാ ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ദൈവവേല ചെയ്യാത്തതുമുള്ള എല്ലാ കെട്ടുകളും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് അഴിയട്ടെ. അനേകർക്ക് യേശുവിനെ സാക്ഷ്യപ്പെടുത്താത്തത് നിമിത്തം അനേകർ പാപത്തിൽ മരിച്ച് നിത്യനാശത്തിന് ഇരയായിട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ കുടുംബം വഴി ഈ ഭൂമി നടക്കേണ്ട ദൈവവേല നടക്കാത്തതിൻ്റെ എല്ലാ ഭാരങ്ങളും, എല്ലാ പാപങ്ങളും, എല്ലാ ശാപങ്ങളും, എല്ലാ കെട്ടുകളും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, സമൂഹങ്ങളിൽ നിന്നും, കോൺഗ്രിഗേഷനിൽ നിന്നും, സ്ഥാപനങ്ങളിൽ നിന്നും വിട്ടുമാറാൻ വേണ്ടി യേശുവേ സുവിശേഷ വേലയുടെ തീക്ഷ്ണതയോടെ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിച്ച് കോൺഗ്രിഗേഷൻ്റെ, സ്ഥാപനങ്ങളുടെ, സമൂഹങ്ങളുടെ, കുടുംബങ്ങളുടെ, വംശങ്ങളുടെ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ മരവിപ്പ് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവേലയുടെ തീക്ഷ്ണത കത്തി ജ്വലിക്കട്ടെ. ഏലിയ പറഞ്ഞതുപോലെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത കൊണ്ട് എൻ്റെ ആത്മാവ് എരിയുന്നു എന്ന് പറയാൻ തക്കവണ്ണം വലിയ ഉണർവിൻ്റെ ആത്മാവ് ഇപ്പോൾ കത്തി പടരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നശിച്ചു പോകുന്ന ഓരോ ആത്മാക്കളെ കുറിച്ചുള്ള ആത്മഭാരം കൊണ്ട് ഇപ്പോൾ ഹൃദയങ്ങൾ ഉണരട്ടെ. ആത്മീയ ജ്വലനം കൊണ്ട് ഇപ്പോൾ ജീവിതങ്ങൾ ഉണരട്ടെ. അത്ഭുത ഉണർവിൻ്റെ ശക്തി സഭയിലേക്ക് കത്തി പടരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറങ്ങിക്കിടക്കുന്ന ഇടവകകൾ ഉണരട്ടെ. ഉറങ്ങിക്കിടക്കുന്ന ദൈവദാസന്മാർ ഉണരട്ടെ. ഉറങ്ങിക്കിടക്കുന്ന സഭാ സമൂഹങ്ങൾ ഉണരട്ടെ. ദൈവവേല ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സിസ്റ്റർ മേരി റോസ്, പാലായിലെ വിളക്കമാടം ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് പറയാൻ പറ്റുന്ന കാരണം, കഴിഞ്ഞ 2.25 മാസമായിട്ട് എനിക്ക് ചിക്കൻ ഗുനിയ 4 പ്രാവശ്യം പനിച്ചു. അത് കോൺവെൻറ്റ് എല്ലാവർക്കും അറിയാം, എൻ്റെ കൂടെ സിസ്റ്റേഴ്സിന് അറിയാം. ഞാൻ ഒത്തിരിമാത്രം കഷ്ടപ്പെട്ടു. 2.25 മാസം എന്ന് പറയുന്ന ഒരു 10 വർഷത്തെ വേദന എനിക്ക് അനുഭവപ്പെട്ടെന്ന് പറഞ്ഞാൽ, രാത്രി ഞാൻ കിടക്കുമ്പം തളർവാദ രോഗം എനിക്ക് വന്നിട്ടില്ല, പക്ഷേ തളർവാദ ആ രോഗത്തിൻ്റെ അസ്വസ്ഥത ഞാൻ അനുഭവിച്ചു. കാരണം എനിക്ക് രാവിലെ പരസഹായത്തോടെ എഴുന്നേൽക്കുന്നത് മാത്രമല്ല, 2.25 മാസത്തിൽ ഞായറാഴ്ച മാത്രമേ എനിക്ക് പള്ളിയിൽ പോകാൻ സാധിച്ചിട്ടുള്ളൂ. ഒത്തിരി മാനസിക വേദനകൾ എല്ലാം ഉണ്ടായിരുന്നു. മാത്രമല്ല, എനിക്ക് ഇങ്ങനെ കാല് നിലത്ത് ഉറപ്പിച്ച് നിൽക്കാൻ പറ്റില്ല. ഏതാണ്ട്
പാത്രം കഴുകുമ്പോഴൊക്കെ കാല് പൊക്കിയാണ് നിൽക്കുന്നത്. അപ്പം നടക്കുമ്പോഴൊക്കെയാണ് ഞാൻ അതുപോലെ നടക്കുന്നത്. അതുപോലെ എനിക്ക് കൈയും പൊക്കാൻ പറ്റില്ല, ഇത്രേ പൊക്കത്തുള്ളൂ. ഇവിടെ ഒന്ന് സ്തുതിപ്പിക്കുന്ന സമയത്ത് എനിക്ക് കൈ പൊക്കാൻ പറ്റില്ല. എനിക്ക് വളരെ വിഷമമായിരുന്നു. കാരണം ഇത്രയും എല്ലാവരും നോക്കി ഇവിടുന്ന് സ്റ്റേ നിൽക്കുമ്പോൾ കാണാമല്ലോ, ഇത്രയും പൊക്കിയാണ് സ്തുതിക്കുന്നത്. ഇപ്പം അതൊക്കെ മാറി. പിന്നെ മാത്രമല്ല, ഞാൻ കോൺവെൻറ്റിൽ നിന്ന് പോന്നപ്പോഴും ഇവിടെ വന്നപ്പോഴും സിസ്റ്റേഴ്സാണ് എൻ്റെ ബാഗെല്ലാം എടുത്ത് കയറ്റിയതും ഇറക്കിയതുമൊക്കെ. പക്ഷേ ഇപ്പം ആദ്യ ദിവസം തന്നെ പിന്നീടുള്ള ദിവസങ്ങളെല്ലാം ദൈവം ശക്തമായിട്ട് ഇടപെട്ടു പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈശോ നൽകിയ അത്ഭുതകരമായ സൗഖ്യത്തെ ഓർത്ത് ഒന്ന് എഴുന്നേറ്റ് കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ.